നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരിശോധന വരുമോ? വയനാട് പാക്കേജ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷായെ അതിനിശിതമായി വിമർശിച്ചത് ഇക്കാര്യം മനസ്സിലാക്കിയിട്ടാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. മലബാർ മേഖലയിലെ മെക് 7 പ്രവർത്തനം സംബന്ധിച്ച സംശയങ്ങളിൽ IB അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പിന്തുണയുണ്ടെന്ന് സംഘാടകരിൽ ഒരാൾ പറഞ്ഞതാണ് വിനയായത്. മലബാർ മേഖലയിൽ ഏറെ പ്രചാരണം നേടിയ മെക് 7 വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളാണ് എന്ന് CPM ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മെക് 7 കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നത്. CPMലെ ഒരു വിഭാഗത്തിനാണ് ഇതിൽ എതിർപ്പുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷയത്തെ കേന്ദ്ര ഏജൻസികൾ അതീവ ഗൌരവത്തോടുകൂടിയാണ് കാണുന്നത്. ഇവിടെ കോഴിക്കോട് യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത്. NIA പ്രാഥമിക പരിശോധന നടത്തിക്കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു മുൻ നേതാവ് മെക് 7 തലപ്പത്തുണ്ട് എന്ന് NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിവേഗത്തിലായിരുന്നു മെക് 7 വളർച്ച. ഇന്ത്യൻ പാർലമെന്റിൽ സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച മലപ്പുറം കൊണ്ടോട്ടി തുറക്കലിലെ P സലാഹുദ്ദീൻ തുടക്കമിട്ട ആരോഗ്യ പ്രസ്ഥാനമാണ് മെക് 7 അഥവാ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. സ്വന്തം നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരമെന്ന നിലയിൽ വ്യായാമ മുറകൾക്കായി സലാഹുദ്ദീൻ നാട്ടിൽ 2012 മെക് 7 തുടങ്ങുന്നത്. 2022 മുതൽ പുതിയ ശാഖകൾ ആരംഭിച്ച മെക് 7 മലബാർ 2 വർഷത്തിനുള്ളിൽ 1000ഓളം യൂണിറ്റുകളായി വളർന്നു. ആരോഗ്യം എന്ന വലിയ സങ്കല്പത്തിലൂടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലേക്കുള്ളവരെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ അജണ്ടയ്ക്കൊപ്പം എത്തിക്കുന്നതിനുള്ള കൃത്യമായ പ്രവർത്തനം നടത്താൻ മെക് 7 കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെയാണ് മെക് 7 പെട്ടെന്ന് വളർന്നത്. മെക് 7 പിന്നിൽ മതരാഷ്ട്രവാദികളാണെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ പറയുന്നു. മെക് 7 തുടങ്ങിയത് സതുദ്ദേശത്തോടുകൂടിയാണ് എന്നും പിന്നിൽ തീവ്രവാദ സംഘടനകൾ ഉണ്ട് എന്നുമാണ് പറയുന്നത്. സമൂഹത്തിന് ജാഗ്രത വേണമെന്ന് P മോഹനൻ പറയുന്നു. P മോഹനൻ കഴിഞ്ഞ കുറെ നാളുകളായി ഇസ്ലാം മത വിശ്വാസികൾക്കെതിരെ രംഗത്തുണ്ട്. പ്രത്യക്ഷത്തിൽ റിയാസുമായി പ്രശ്നമൊന്നുമില്ലെങ്കിലും റിയാസിനെ ഗൂഢമായി നശിപ്പിക്കുന്ന പ്രവണതയാണ് മോഹനന്റെ ഭാഗത്തു നിന്നും കണ്ടുവരുന്നത്. മെക് 7-നെതിരെ സമസ്ത AP വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. മെക് 7 പിന്നിൽ ചതിയെന്നും അതിൽ സുന്നികൾ പെട്ടുപോകരുത് എന്നും സമസ്ത AP വിഭാഗം നേതാവ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുകയാണ്. എന്നാൽ ആരോപണം തള്ളുകയാണ് മെക് 7 സ്ഥാപകൻ സലാഹുദ്ദീൻ ചെയ്യുന്നത്. എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് കൂട്ടായ്മ എന്നാണ് വിശദീകരണം. മെക് 7 കൂട്ടായ്മ വിവാദത്തിൽ CPMന് മറുപടിയുമായി മെക് 7 കൂട്ടായ്മയുടെ കാലിക്കറ്റ് ചീഫ് കോഓർഡിനേറ്റർ TPM ഹാഷർ അലി രംഗത്ത് വന്നിരുന്നു. മെക് 7 കൂട്ടായ്മയുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ അല്ല എന്ന് കാലിക്കറ്റ് ചീഫ് കോഓർഡിനേറ്റർ TPM ഹാഷർ അലി പറയുകയാണ്. ഈ കൂട്ടായ്മയ്ക്ക് ആശംസ നേർന്ന മന്ത്രി മുഹമ്മദ് റിയാസ് കത്തയച്ചിട്ടുണ്ട്. കൂട്ടായ്മ വ്യാപിപ്പിക്കണമെന്ന് മുഹമ്മദ് റിയാസ് തന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ചീഫ് കോർഡിനേറ്ററോട് TPM ഹാഷർ അലി മെക് 7 കോഴിക്കോട് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രി മുഹമ്മദ് ദേവർകോവിലാണ്. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പും പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മെക് 7 കൂട്ടായ്മയിൽ CPM നേതാക്കളും ഉണ്ട്. CPM വ്യായാമം നടത്തുന്നവരുടെ കൂട്ടായ്മ സമാന്തരമായി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ടെന്നും അതുകൊണ്ടാകാം ഇതിനെ എതിർക്കുന്നത് എന്നും TPM ഹാഷർ അലി പറയുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ എന്നും ഹാഷർ അലി പറയുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് അയച്ച കത്തും മേയർ ബീന ഫിലിപ്പ് പങ്കെടുക്കുന്ന പരിപാടിയുടെ ഫോട്ടോകളും സംഘാടകർ പുറത്തുവിട്ടു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 121 സൗജന്യ വ്യായാമ കേന്ദ്രങ്ങളാണ് ഉള്ളത്. പ്രഭാതങ്ങളിൽ അവിടങ്ങളിൽ ഒത്തുകൂടുന്നവർ 10,000-ലേറെ പേരാണ്. എല്ലാവർക്കും ഒരേ വേഷം, ഒരേ ജോലി, ഒരേ ചലനം. യോഗയും ധ്യാനവും അക്യുപ്രഷറും ഉൾപ്പെടെ 7 വിഭാഗങ്ങളിലെ 21 തരം വ്യായാമം. വിമുക്ത പഠനം. കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയുമായ പെരിങ്കടക്കാട് സലാഹുദ്ദീൻ രൂപം നൽകിയ മെക് 7 എന്ന വ്യായാമ മുറകൾ നാട്ടിലെങ്ങും ഹിറ്റാണ്. കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിലും അതിന്റെ പെരുമ എത്തിയിട്ടുണ്ട്. ആരോഗ്യത്തിലൂടെ സന്തോഷമുള്ള ജനത എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് മുൻ സൈനികൻ കൂടിയായ സലാഹുദ്ദീൻ മെക് 7 രൂപം നൽകുന്നത്. 20 വർഷത്തിന്റെ സൈന്യത്തിൽ സേവനത്തിന് ശേഷം നാട്ടിലെത്തുമ്പോൾ നാടിനെ ആരോഗ്യശീലങ്ങളിലേക്ക് നയിക്കാനുള്ള വ്യായാമ മുറ എന്നതും സലാഹുദ്ദീന്റെ സ്വപ്നമായിരുന്നു എന്നാണ് പറയുന്നത്. നാട്ടുകാർ ഒപ്പം നിന്നപ്പോൾ പിന്നീട് പിറന്നത് ആരോഗ്യ പരിപാലനത്തിന്റെ പുതിയ ചരിത്രമാണ്. 2012 ജൂലൈയിൽ കൊണ്ടോട്ടി തുറക്കൽ സ്കൂൾ മൈതാനത്തിനായിരുന്നു ആദ്യ പരിശീലനം. 10 വർഷം കഴിഞ്ഞ് 2022 ജൂലൈയിലായിരുന്നു രണ്ടാം കേന്ദ്രം. രണ്ടാം കേന്ദ്രം പിറന്ന 2 വർഷത്തിനിടെ വ്യായാമ കേന്ദ്രങ്ങളുടെ എണ്ണം 121ആയി. ആരോഗ്യ പരിപാലനത്തിനൊപ്പം നാട്ടുകാർക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും പരസ്പരം കാണുവാനുമുള്ള ഇടം കൂടിയായി ഈ കേന്ദ്രങ്ങൾ മാറിക്കഴിഞ്ഞു. മൾട്ടി എക്സൈസ് കോമ്പിനേഷൻസിലാണ് ഈ മെക് 7 എയറോബിക്, ലളിത വ്യായാമം, യോഗ,
ആഴത്തിലുള്ള ശ്വസന, അക്യുപഞ്ചർ, ധ്യാനം, അതുപോലെ തന്നെ ഫേസ് മസാജ് എന്നീ 7 ഇനങ്ങളെയാണ് പേര് സൂചിപ്പിക്കുന്നത്. ആ 7 വിഭാഗങ്ങളിലുള്ള 21 തരം വ്യായാമ മുറകളാണ് ഇതിലുള്ളത്. 21 മിനിറ്റ് കൊണ്ട് ചെയ്യാം. സൈനിക സേവനത്തിനിടെ പഠിച്ചതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ക്രമീകരിച്ചിട്ടുള്ളതാണ് ഇത്. രണ്ടാമതൊരു പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ 10 വർഷം കാത്തിരുന്നതും ആ ക്രമീകരണങ്ങളുടെ ഭാഗമായിരുന്നു. ഏത് പ്രായക്കാർക്കും ലളിതമായി ചെയ്യാനാകുമെന്നും ഇതിന്റെ പ്രത്യേകതയുണ്ട്. പഠിച്ചവർ പരിശീലകരായി മാറുന്നതോടുകൂടി കേന്ദ്രങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് മലപ്പുറം ജില്ലയിൽ മാത്രം 63 കേന്ദ്രങ്ങളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 26, വനിതകൾക്ക് മാത്രമായി വിവിധ ഭാഗങ്ങളിലായി 28 യൂണിറ്റുകൾ. ജിദ്ദ, ദുബായ്, ഷാർജ, ബ്രൂനെ എന്നീ വിദേശ രാജ്യങ്ങളിലും പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാം പൂർണ്ണമായി സൗജന്യമാണ്. വേഷത്തിലെ ഏകീകരണത്തിനായി യൂണിഫോം ഏർപ്പെടുത്തിയെന്ന് മാത്രം. വൈസ് ക്യാപ്റ്റൻ UK മുഹമ്മദ് ഷാ, അറക്കൽ ബാവ തുടങ്ങിയവരും നേതൃത്വം നൽകുന്നുണ്ട്. MEC 7 എന്ന പേരിൽ വടക്കൻ ജില്ലയിൽ വ്യാപിച്ച കായിക പരിശീലനത്തിന് പിന്നിൽ മതഭീകര സംഘടനകൾ എന്ന സൂചനയുണ്ട്. മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന പേരിലാണ് ഈ വ്യായാമ പരിശീലനം മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ വ്യാപിച്ചത്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലടക്കം ഇതിന്റെ പരിശീലനം നടക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, നിരോധിത പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളുടെ പിൻബലത്തോടു കൂടിയാണ് ഇത്തരം വിവരം നൽകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇസ്ലാമോഫോബിയ ഉൽപ്പാദിപ്പിക്കുന്നതിൽ സംഘപരിവാറിനേക്കാൾ ആവേശവും താൽപര്യവും ഇക്കൂട്ടർക്കാണ്. ചില മുസ്ലിം മതസംഘടനകളുടെ ആളുകൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്നും നിഷേധിക്കാനാവില്ല. മുസ്ലിങ്ങളെ സംഘപരിവാർ ഭരണകൂടത്തിന്റെ അന്വേഷണ ഏജൻസികൾക്ക് ഒറ്റുകൊടുക്കുന്ന പണിയാണ് ഇത്. മുസ്ലിങ്ങളെക്കുറിച്ച് ആവോളം ഭീതി നിൽക്കുന്നതും സമൂഹത്തിൽ അത് ശക്തമാക്കുവാനുള്ള ശ്രമങ്ങൾ ആക്കം കൂട്ടുകയാണ് ഇത്തരം പ്രവചനങ്ങളെന്നും ഇവർ ചെയ്യുന്നത് എന്നും സുഹൈബ് വിമർശിക്കുകയാണ്. CT സുഹൈബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് വായിക്കാം. മുസ്ലിം സമുദായത്തിലുള്ളവർ സംഘടിച്ചാൽ, അവർ സാമൂഹിക പ്രവർത്തനം നടത്തിയാൽ, അവർ സമരം ചെയ്താൽ, അവർ വിദ്യാഭ്യാസം നേടിയാൽ, സമ്പാദിച്ചാൽ, അവർക്ക് കൂടുതൽ മക്കളുണ്ടായാൽ സംശയത്തോടെയും ഭീതിയോടുകൂടിയും മാത്രം കാണുന്നൊരു അധികാര ഘടനയും സാമൂഹിക ക്രമവും പൊതുബോധവും നിലനിൽക്കുന്നിടത്ത് MEC 7 കൂട്ടായ്മകൾ ഹിന്ദുത്വ ഭരണകൂട ഏജൻസികളുടെ നിരീക്ഷണത്തിലാവുക എന്നത് സ്വാഭാവികം മാത്രം. എന്നാൽ പ്രത്യേകിച്ചൊരു സമുദായവുമായോ സംഘടനയുമായോ ഔദ്യോഗിക ബന്ധമില്ലാത്ത വിവിധ മതസമൂഹങ്ങളിലും സംഘടനകളുമായുള്ളവരും സംഘടനയിലില്ലാത്തവരുമൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഈ കൂട്ടായ്മയെക്കുറിച്ച് സംശയവും തെറ്റിദ്ധാരണയും ഉണ്ടാക്കുന്നതിൽ CPM നേതാക്കൾക്കും ചില മീഡിയകൾക്കും വലിയ റോളുകളുണ്ട്. മുസ്ലിങ്ങളെ സംഘപരിവാർ ഭരണകൂടത്തിന്റെ അന്വേഷണ ഏജൻസികൾക്ക് ഒറ്റുകൊടുക്കുന്ന പണിയായി ഇത് മാറുമോ എന്നൊക്കെ ചിന്തിച്ച ഇവർക്ക് അതിലൊരു മനപ്രയാസവും ഉണ്ടാകാനും സാധ്യതയില്ല. അത് അവരിൽ ചിലർ പേറുന്ന മനോഘടനയുടെ കൂടി പ്രശ്നമാണ്. മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഭീതി ആവോളമുള്ള സമൂഹത്തിൽ ആ ഭീതി വളർത്തുവാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് തങ്ങളുടെ പ്രചാരണങ്ങളെന്നും ചിന്തിക്കാനുള്ള വകതിരിവുണ്ടാകാൻ തൽക്കാലം പ്രാർത്ഥിക്കാമെന്നും പറയുന്നു. മുസ്ലിം സമുദായത്തെ ഭീകരവൽക്കരിക്കുകയും അവരുടെ ഇടപെടലുകളെയും പൈശാചികവൽക്കരിക്കുകയും ചെയ്യുന്നവർക്കെതിരെയും അതിന് സഹായകരമാകുന്ന രീതിയിൽ അനാവശ്യമായ പ്രചാരണങ്ങൾ നടത്തുന്നവരെയും തിരിച്ചറിഞ്ഞ ശക്തമായ പ്രതികരണങ്ങളും ഇടപെടലുകളും ഉണ്ടാവേണ്ടതുണ്ട്. മന്ത്രി റിയാസിനെതിരെ മലബാറിൽ വളരുന്ന CPM പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് MEC 7-എതിരായ ആരോപണങ്ങൾ വിശ്വസിക്കുന്ന വിവരമുണ്ട്. ബേപ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇക്കാര്യം നന്നായി അറിയാവുന്നവരാണ് റിയാസിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്.